ഭ്രൂണമല്ല ഇവിടെ വിഷയം. ഞാനൊരു പിണറായി വിജയന്റെ ഭ്രൂണമല്ല ഇവിടെ. സൗകര്യം കിട്ടുമ്പോൾ BJP നേതാവ് നീതി ആയോഗിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി. സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് നിൽക്ക് അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ ഓവർലാപ്പ് ചെയ്ത് ഇടപെട്ടില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് നിൽക്കുക. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. മധ്യ കേരളത്തിൽ വിശേഷിച്ചും കേരളത്തിൽ പൊതുവിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത് കോൺഗ്രസിനുള്ളിലെ അതിന്റെ ജീർണതകൾ, അപജയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടോ ആ വിഷയങ്ങൾ എടുത്തു വെച്ച് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടോ അല്ല. ഞങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലയളവിൽ പാലായിലും കോട്ടയത്തും കേരളത്തിലും ഒരു പതിറ്റാണ്ടിടയിൽ സംഭവിച്ച അപ്രായോഗികവും അസാധ്യവുമെന്ന് പലവിധ നേതാക്കന്മാർ വിധിയെഴുതപ്പെട്ട അഭൂതപൂർണമായ മാറ്റങ്ങളുണ്ട്. ഓഹോ, വെരി ഗുഡ്. ആ മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സ്വാഭിമാനം, സവിനയം എന്ന് വെച്ചാൽ നല്ല അഭിമാനത്തോടെ എന്നാൽ നിറഞ്ഞ വിനയത്തോടു കൂടെ കേരളത്തിൽ ഇടതുപക്ഷം വോട്ട് തേടുന്നത്. ഈ വിഷയങ്ങളൊന്നും കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുമ്പിലില്ല. പക്ഷെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനങ്ങൾ പരിശോധിക്കട്ടെ, വിലയിരുത്തട്ടെ. കൊള്ളാം, നല്ല ഫ്രഷ് ഐഡിയ. ജനങ്ങൾ, സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. വീട് കയറുമ്പം സാധാരണ ജനങ്ങൾ BJPയോട് പറയുന്നു, വികസനം എന്ന് പറയുന്ന രാഷ്ട്രീയം BJP ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിയ ഒരു ഭരണകൂടത്തിന്റെ നയം ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവർ വീട് കയറുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് വീട് കിട്ടി, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടി, ഞങ്ങൾക്ക് പാർപ്പിടം കിട്ടി. കേരളത്തിലെ UDF ഗവൺമെന്റ് 1 രൂപ പോലും വർദ്ധിപ്പിക്കുകയും കൊടുക്കാതിരിക്കുകയും തുലച്ചു കളയുകയും ചെയ്യാൻ ശ്രമിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ 25 ദിവസങ്ങൾക്കിടയിൽ 5600 രൂപ കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുന്നു. അതിനൊന്നും ഇല്ലേ? 35 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ട ഗാർഹിക ജോലി ചെയ്യുന്ന മുഴുവൻ സ്ത്രീകളും പ്രതിമാസ ഓണറേറിയം അല്ലെങ്കിൽ പ്രതിമാസ ശമ്പളം 1000 രൂപ കേരളത്തിൽ പറ്റുവാൻ വേണ്ടി പോകുന്നു. 5 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതർ പൂർണ്ണമായി അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറുന്നു. എനിക്ക് കലിപ്പ് വരുന്നത് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങയുടെ അടക്കം ചാനൽ ചർച്ചകളിൽ CPM-ന്റെ പ്രതിനിധികൾ വലിയ വാദത്തോടു കൂടി പറഞ്ഞിരുന്ന വിഷയമാണത്. ഇനി അദ്ദേഹം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം സംസാരശേഷി തിരിച്ചു കിട്ടിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. 32 മിനിറ്റ് നീളുന്ന അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ ഏതാണ്ട് 20-ൽ കൂടുതൽ മിനിറ്റ് അദ്ദേഹം ഉപയോഗിച്ചത് രാഹുൽ മാങ്കൂട്ടം വിഷയം പറയാൻ തന്നെയാണ്. എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. അതായത് CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട അതായിരുന്നു. അയാളോട് കടക്ക് പുറത്ത് എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളോട് പിണറായി പറഞ്ഞതുപോലെയല്ല, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന്റെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. പിന്നീട് ഒരു കാര്യം, അതിൽ BJP പ്രതിനിധിക്കും ഉത്തരം പറയാം. ഇന്ന് കൊല്ലത്തൊരു പാലം കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട്. ആ കീഴ്മേൽ മറിഞ്ഞ പാലത്തിന്റെ പിതാവ് ആരാണ്? അതിന്റെ പിതൃത്വം ആരാണ് ഏറ്റെടുക്കുന്നത്? CPM-ന്റെ ആണോ അതോ റീലിട്ട CPM മന്ത്രിയുടെ ആണോ അതോ റീലിടാത്ത BJP മന്ത്രിയുടെ ആണോ എന്ന് ഇവർ ഉത്തരം പറഞ്ഞാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. 25 ദിവസത്തിനിടയിൽ 5600 രൂപ കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു. അതെത്തുന്നത് ഇടത്തരക്കാരുടെ കടകളിൽ മീനായും പച്ചക്കറിയായും പലവ്യഞ്ജനമായും ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കയ്യിൽ ഓട്ടോറിക്ഷയ്ക്കുള്ള ഇന്ധനമായും മരുന്ന് കടയിൽ ആവശ്യമായും ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? ഈ 62 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുക്കുന്ന 25 ദിവസത്തിനുള്ളിലെ 5600 രൂപയിൽ കോൺഗ്രസിന്റെ സംഭാവന എത്രയാണ്? 100 രൂപ പോലും വർദ്ധിപ്പിച്ച അനുഭവമുണ്ടോ കേരളത്തിൽ? ഈ 5600-ൽ 100 രൂപ ചതിച്ചിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? ഓവറാണ് സർ, കുറച്ചധികം ഓവറാണ്. പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ചാരായ ഷാപ്പിൽ കൊണ്ട കള്ളു കുടിക്കാനുള്ള പണമായിരിക്കും ഇത്. റീപ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞത് ആരാണ്? മുതിർന്ന ആളുകൾക്കറിയാം. ആ നേതാവിന്റെ പേരാണ് കോൺഗ്രസിന്റെ ലീഡർ എന്ന് കോൺഗ്രസുകാർ മാത്രം വിളിക്കുന്ന K. കരുണാകരൻ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ടോ. ഇപ്പൊ 2000 ആക്കി 5600 ആക്കി കൊടുക്കുമ്പോ കോൺഗ്രസ് നേതാവ് പറയാണ്, നിങ്ങൾ വർഷാവർഷം 100 കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ? 2500 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 മാസക്കാലം കുടിശ്ശികയാക്കി ആളുകളെ ഇട്ട് പറ്റിച്ച ആ പണി ഞങ്ങൾ നടത്തില്ല. പറഞ്ഞതെന്തോ ആ പറഞ്ഞത് വാക്ക് പ്രവൃത്തിയായി പ്രോഗ്രസ് റിപ്പോർട്ടായി അച്ചടിച്ച് കൊടുക്കുന്നത് പോലെ ആ തുക വീട്ടിലെത്തിച്ച് കൊടുത്തിട്ടേ ഞങ്ങൾ വോട്ട് ചോദിക്കാൻ ഇറങ്ങത്തുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. പിന്നെ ഇവിടെ BJP നേതാവ് പറയുന്നത് എന്താണ്? അദ്ദേഹം തൊട്ടു മുമ്പ് പറഞ്ഞു 6 ലക്ഷം കോടിന്ന്. ഏത് കണക്കിലാ? സൗകര്യം കിട്ടുമ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ നീതി ആയോഗിന്റെ കണക്കെടുത്ത് നോക്കണം. ഇപ്പോ ഇന്ത്യയിൽ അപകടപൂർണമായ കടക്കണിയിൽ ഇല്ലാത്ത 14 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയുണ്ട്. ആ 14-ലും കേരളമില്ല. ഓഹോ, അതിന് പ്രത്യേക താങ്ക്സ് ഉണ്ട്. സൗകര്യം കിട്ടുമ്പോൾ BJP നേതാവ് നീതി ആയോഗിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി. സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് നിൽക്ക് അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ ഓവർലാപ്പ് ചെയ്ത് ഇടപെട്ടില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് നിൽക്കുക. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ലൈഫ് മിഷൻ 4,71,244 വീട് പൂർത്തീകരിച്ചു. BJP നേതാവ് അന്തസ്സുണ്ട് പറ, ഇന്ത്യയിലെ ബാക്കി 28 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടോ കഴിഞ്ഞ 5 വർഷക്കാലത്തിടയിൽ 4,71,000 അധികം വരുന്ന മനുഷ്യന്മാർക്ക് വീട് പൂർത്തീകരിച്ചു കൊടുത്തത്? എന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. എന്ന രക്ഷപ്പെട്ടു. കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ഇന്ത്യയിലെമ്പാടും അടച്ചുപൂട്ടപ്പെട്ട സർക്കാർ സ്കൂളുകളുടെ എണ്ണം 19,445. ഒറ്റ സർക്കാർ സ്കൂൾ പോലും അടച്ചുപൂട്ടാതെ 4 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ
സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തിയ ഒരേ ഒരു സംസ്ഥാനം ഏതാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന നമ്മുടെ കേരളം. നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ അടക്കം 3 മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കാരണവും ഐസക് പറയുന്നുണ്ട്. അത് DBT സംവിധാനത്തിലേക്ക് വിതരണം ചെയ്യാൻ മാറ്റപ്പെട്ടതാണ്. അപ്പൊ ജയിക്കിനെ ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ജയിക്ക് തള്ളി പറയണം. ആരെ? തോമസ് ഐസക്കിനെ, എം സ്വരാജിനെ. ആരോട് ഇവര് 3 പേരെ ഒരേ തലത്തിൽ തൊട്ടിട്ടാണ് ചോദിക്കാൻ പോകുന്നത്. ഈ നാട്ടിൽ മീനച്ചു താലൂക്ക, കോട്ടയം ജില്ല, മധ്യതാങ്കൂറ പിണറായി വിജയൻ അധികാരം കൊടുത്തത് ഇവിടുത്തെ റബ്ബർ കർഷകരെ വോട്ടാ. ആ റബ്ബർ കർഷകർക്ക് 250 ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് പോലും മിണ്ടുന്നില്ല. കാരണം അറിയോ, പറഞ്ഞിട്ട് തന്നെ കാര്യം ഇരിക്കുന്നത്. സ്വാഭാവികം. കേരളത്തിന്റെയും പ്രത്യേകിച്ച് കോട്ടയത്തിന്റെയും റബ്ബർ വ്യവസായത്തെ അഭിമാനകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന സിയാൽ മോഡൽ റബ്ബർ പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു വരികയാണ്. ആദരണീയനായ കേരളത്തിന്റെ മുൻ IAS ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ഷീല തോമസിനാണ് അതിന്റെ ചുമതല. റബ്ബറിൽ അങ്ങ് സൂചിപ്പിച്ച താങ്ങുവില അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പങ്കുവെച്ചു. ആ പ്രതീക്ഷയോട് നീതി പുലർത്തണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോകുന്നു. KM മാണി സാർ അമേരിക്കയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അസുഖം വന്നാൽ മുഖ്യമന്ത്രിക്ക് പോയി ചികിത്സിക്കാം, അതുപോലെ കൊടിയേരി സഖാവിന് ചോദിക്കാം, മാണി സാറിന് പോയി ചികിത്സിച്ചാണ്. ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഗുഡ് ജോബ്. ഇന്ത്യൻ അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂണിയൻ ഗവൺമെന്റ് 6 മാസക്കാലം മുമ്പ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഒരു പുരസ്കാരം കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പ്രതിവർഷം 1373 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നിലവാരത്തിൽ ഉറപ്പാക്കുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം നമ്മുടേതാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അങ്ങയുടെ ചോദ്യത്തിന് ഉപോത്ബലകമായ ഒരു കണക്ക് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. WHO വേറൊരു 40 ദിവസങ്ങൾക്ക് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളം എവിടെ നിൽക്കുന്നതെന്ന് 5.0. US-ന്റെ എവിടെയാണ്? ഈ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി പിണറായിയും കോടിയേരിയും ഒക്കെ ചികിത്സിക്കാൻ പോയിട്ടുള്ള അങ്ങോട്ട് അവർ പോകുന്നത്. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. പാലായിലുള്ള സ്ത്രീയുടെ വയറ്റിലുള്ള ഭ്രൂണം കുഞ്ഞായി ജീവിക്കണമെങ്കിൽ അമേരിക്കയേക്കാൾ സുരക്ഷിതത്വം പാലായിലാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം. ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും K സുധാകരനും ഒക്കെ പോയി ചികിത്സിച്ച സൗകര്യം ചില കാര്യങ്ങൾ ഇപ്പൊ കേരളം നേടിയെടുത്തിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും നേടിയെടുക്കണമെന്ന അങ്ങയുടെ അഭിപ്രായം 100% സ്വീകാര്യമാണ്. അതിലേക്ക് കേരളം പോകേണ്ടതുമുണ്ട്. പിന്നെ ഇത് ഭ്രൂണമല്ല ഇവിടെ വിഷയം. ഞാനൊരു പിണറായി വിജയന്റെ ഭ്രൂണമല്ല ഇവിടെ. പാർട്ടി ഉദ്ദേശിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ആദ്യം മനസ്സിലാക്കണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അങ്ങ് പറഞ്ഞത് എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് എന്ന കണക്കിനാണ്. അമേരിക്ക കേരളത്തെക്കാൾ പിന്നിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ അവിടെ ചികിത്സയ്ക്ക് പോവുകയും ചെയ്യണം. ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ? KM മാണി സാർ, ഉമ്മൻചാണ്ടി സാർ, K സുധാകരൻ അടക്കമുള്ളവർ അമേരിക്കയിൽ പോയി. ഇവരാരും അമേരിക്ക ബൂർഷയാണെന്നും അമേരിക്ക നശിച്ചു പോകണമെന്നും അതിനെതിരെ സമരവും ചെയ്തിട്ട് ലാസ്റ്റ് അമേരിക്കക്കാൾ സൂപ്പർ കേരളമാണ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ ഫോം വിളിച്ചു എന്ന് പറഞ്ഞ് PR വർക്ക് ചെയ്തിട്ടല്ല അവിടെ പോയത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. റബ്ബർ കർഷകന് കൃത്യമായി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച 150 കൊടുത്തിരുന്നെങ്കിൽ, കൃത്യമായി ഇവർ പ്രഖ്യാപിച്ച 250 കൊടുത്തിരുന്നെങ്കിൽ, സർക്കാരിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് കോട്ടയത്തെ റബ്ബർ കർഷകൻ ഉണ്ടാകുമായിരുന്നില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോ ആ ഓച്ചാനം സ്വീകരിച്ചോളൂ എന്നാണ് പറയുന്നത്. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. 1.5 ലക്ഷം ഹെക്ടർ റബ്ബർ തോട്ടങ്ങൾ വെട്ടാതെ കിടക്കുക കേരളത്തിൽ. ആരിതിന് ഉത്തരവാദി? ജോർജ് കുര്യനോട് കൂടി ഒന്ന് ചോദിക്കണം. അദ്ദേഹം പറഞ്ഞിരുന്നു ആക്കി തരാമെന്ന്. അദ്ദേഹത്തോടു കൂടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. കുറെ നേരമായല്ലോ തർക്കം തുടങ്ങിയിട്ട്. എന്താ ഷൈട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ആരാണ്? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചത്. പിടിക്കാനായിട്ട് നാശങ്ങൾ. ജയിക്കിന് പറയാനുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പട്ടികകളുടെ കണക്കാണ്. പക്ഷേ അങ്ങ് ഈ ചർച്ച കഴിഞ്ഞ് എന്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് പാല ആശുപത്രിയിലേക്ക് പോകാം. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ പട്ടികകളുടെ ഒന്നും കണക്ക് കാണില്ല. കുറെ പട്ടികൾ, തെരുവ് നായ്ക്കളാണ് അവിടെ ഉള്ളത്. അവിടെ പട്ടികൾ മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരും ഇല്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ബോംബുണ്ട് എടുക്കട്ടെ. ഒന്നുകൊണ്ട് നിൽക്കും തോന്നില്ല.